ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ ആഡ് റവന്യൂ എല്ലാം കുറയാൻ കാരണമായ കുറച്ച് സെറ്റിങ്ങുകളെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. ചില ആളുകളുടെ ചാനലിൽ ഇതെല്ലാം തന്നെ ഡിസേബിൾ ആയി ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മോണിറ്റൈസ് ആയതിനു ശേഷവും ചാനലിൽ റവന്യൂ എല്ലാം കുറയാനെല്ലാം ഇത് കാരണമാകും. അപ്പോൾ എന്താണ് ഈ ഒരു സെറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെറ്റിംഗ്സ് എന്നതിൽ പോവുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ആഡ് കാറ്റഗറീസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെൻസിറ്റീവ് കാറ്റഗറീസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇവിടെ നമുക്ക് ഒരുപാട് ആഡ്സ് എല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. പല കാറ്റഗറിയിലുള്ള ആഡ്സ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഏത് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആഡ്സ് എല്ലാം വരണം, ഏതെല്ലാം വരേണ്ട എന്നെല്ലാം നമുക്ക് തന്നെ ഇവിടെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ആൽക്കഹോൾ എന്നത് നമ്മൾ ബ്ലോക്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ആൽക്കഹോൾ റിലേറ്റഡ് ആയ അഡ്വർടൈസ്മെൻ്റ് ഇതൊന്നും തന്നെ നമ്മുടെ വീഡിയോയിൽ വരികയില്ല. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഏതെല്ലാമാണ് നിങ്ങൾ ഇതുപോലെ ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുന്നത്, അതിൽ നിന്നുള്ള ആഡോ അതിൽ നിന്നുള്ള റവന്യൂ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ അറിയാതെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പലവിധ കാറ്റഗറിയും നിങ്ങൾ ബ്ലോക്ക് ചെയ്തു വച്ചിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം തന്നെ അൺബ്ലോക്ക് ചെയ്തു വയ്ക്കുക. ഇനി ചില ആളുകൾക്ക് ഓട്ടോമാറ്റിക്കായി ആൽക്കഹോൾ അതുപോലെ ഈ ഒരു ഗാംബ്ലിംഗ് എല്ലാം തന്നെ ഈ ഒരു ഓപ്ഷൻ എല്ലാം തന്നെ ബ്ലോക്ക് ആയിട്ടാണ് ഡിഫോൾട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്നുള്ള റവന്യൂ ഒന്നും വേണ്ടാത്തവർക്ക് ഇതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കാം. അല്ലാത്തവർക്ക് ഇതെല്ലാം തന്നെ ഏതെല്ലാം കാറ്റഗറി ഇപ്പോൾ അറിയാതെ എല്ലാം മാറിക്കിടക്കുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം അൺബ്ലോക്ക് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണമായി ഇവിടെ ഡേറ്റിംഗ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഡേറ്റിംഗ് എന്നത് ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ ഡേറ്റിംഗ് റിലേറ്റഡ് ആയ ഇതിൽ നിന്നുള്ള ഈ ഒരു ആഡ്സിൽ നിന്നുള്ള റവന്യൂ ഒന്നും നമ്മുടെ ചാനലിലേക്ക് വരില്ല. അതിനാൽ തന്നെ ഇതെല്ലാം തന്നെ അൺബ്ലോക്ക് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്